ഫ്രണ്ട്സ്, ഞാൻ ഐശ്വര്യ ദേവിക്ക്. ഞാൻ കേരള സിലബസ് 6th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ഇന്ന് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് BCE ആൻഡ് CE എന്നതിനെ കുറിച്ചാണ്. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻടു 2 periods. ചരിത്രം രണ്ട് പീരീഡുകളായി തിരിച്ചിട്ടുണ്ട്. ബിഫോർ കോമൺ ഇറ, BCE ആൻഡ് കോമൺ ഇറ. ബിഫോർ കോമൺ ഇറ ജീസസ് ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുമ്പും ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതിന് ശേഷം CE കോമൺ ഇറ. Based on the birth of Jesus Christ, earlier it was divided into BC and AD. പണ്ട് കാലത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തോടനുബന്ധിച്ചിട്ട് പണ്ടത്തെ ആളുകൾ BC എന്നും AD എന്നും തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. The period before the birth of Christ was known as BC before Christ. എന്ന് വെച്ചാൽ ജീസസ് ക്രൈസ്റ്റ് ജനിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പീരീഡിനാണ് നമ്മൾ BC ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് AD അന്നോ ഡൊമിനി. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തിന് ശേഷം ഉള്ള ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ AD അന്നോ ഡൊമിനി എന്ന് പറയുന്നത്. These days it is known as BCE and CE respectively. ഈ ദിവസങ്ങളിൽ അത് BCE എന്നും CE എന്നും റെസ്പെക്റ്റീവ്ലി അറിയപ്പെടുന്നു. പണ്ടത്തെ BC ഇന്ന കാലത്ത് BCE എന്നും AD എന്നത് ഇന്നത്തെ കാലത്ത് CE എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഒരു ചെറിയ പോയിന്റാണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സെഞ്ചുറി ഡിനോട്ട്സ് 100 years. ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് 100 വർഷവും million years denotes 10 lakh years. ഒരു മില്യൺ ഇയർ എന്ന് പറയുന്നത് 10 ലക്ഷം വർഷങ്ങളായി കണക്കാക്കപ്പെടുന്നതുമാണ്. നെക്സ്റ്റ് ആണ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Human fossils are important sources that help us to learn about the history of early humans. പണ്ടത്തെ ആളുകളുടെ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടി സഹായിച്ച ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. It is by scientifically calculating the age of such fossils that the history of the origin and evolution of human is written. മനുഷ്യരുടെ എവല്യൂഷനും ഹിസ്റ്ററികളുടെ തുടക്കവും എഴുതി വച്ചിട്ടുള്ളത് പണ്ടത്തെ ഓരോ അവശിഷ്ടങ്ങളുടെയും ഏജ് കണ്ടുപിടിക്കുന്നതിലൂടെയാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ ഫോസിൽസ് എന്നതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ഏൻഷ്യന്റ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് പണ്ടത്തെ ചെടികളുടെയും മരങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ ബാക്കി വരുന്ന പാട്ടുകളെയാണ്. These are generally embedded in rocks and have been preserved for millions of years. ഇങ്ങനെയുള്ള ഓരോ അവശിഷ്ടങ്ങളും മില്യൺസ് ഓഫ് ഇയേഴ്സിൽ വലിയ പാറക്കല്ലിനുള്ളിലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ എവല്യൂഷൻ. ഇതും ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് എന്നതിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ ഹ്യൂമൻ എവല്യൂഷൻ എന്ന ഒരു ടോപ്പിക്കിൻ്റെ ഞാൻ പറയാൻ പോകുന്ന പാരഗ്രാഫും നമുക്കതിലൂടെ ചേർത്ത് എഴുതാവുന്നതാണ്.
It was Charles Darwin who proposed a scientific view on the origin of human beings. മനുഷ്യരുടെ ഒറിജിനുകളും അവയുടെ സയന്റിഫിക് ആയിട്ടുള്ള ഓരോ കാഴ്ചകളും പ്രൊപ്പോസ് ചെയ്ത ഒരാളാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. He suggested that humans have originated through organic changes that took place over a long period of time. ഇദ്ദേഹം എന്ന് വെച്ചാൽ ചാൾസ് ഡാർവിൻ സജസ്റ്റ് ചെയ്തത് ഇന്ന് കാണുന്ന ഓരോ മനുഷ്യരും കുറേ വർഷങ്ങൾക്കും സമയങ്ങൾക്കും ഉണ്ടാകുന്ന ഓരോ ഭാഗത്തിൻ്റെയും മാറ്റങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. He called this process evolution. ഈ ഒരു പ്രോസസ്സിനാണ് അദ്ദേഹം എവല്യൂഷൻ എന്ന് പറയുന്നത്. He presented the theory of human evolution in his book on the origin of species published in 1859. അദ്ദേഹം മനുഷ്യരുടെ ചരിത്രങ്ങളും അവയുടെ തിയറി ഇവയെല്ലാം അദ്ദേഹം ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ പുസ്തകം അദ്ദേഹം 1859 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചാൾസ് ഡാർവിനെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതിൽ നിന്ന് വേണമെങ്കിൽ വൺ വേർഡ് ചോദിക്കാം. ചാൾസ് ഡാർവിൻ ജനിച്ചത് എവിടെ, അങ്ങനെയൊക്കെ. Charles Darwin was born in England on February 12, 1809. ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടിൽ ഫെബ്രുവരി 12 1809 ജനിച്ചിട്ടുള്ളത്. He is a naturalist who helped in understanding the process that led to the origin of life on the earth and the diversity of living organisms. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റും ആണെന്നാണ് ഈ ഒരു വരി സൂചിപ്പിക്കുന്നത്. Charles Darwin explained through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form.